Hi friends, എല്ലാവർക്കും നമ്മുടെ സ്വന്തം JFC ലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്താ പറയുക, ഒറ്റ മാവ് കൊണ്ട് കൂടുതൽ ബജ്ജികൾ ഉണ്ടാക്കാം കേട്ടോ. മാവ് പറഞ്ഞാൽ നമ്മുടെ മാമ്പഴത്തിൻ്റെ ആ മാവല്ല, നമ്മുടെ കടലമാവും അതേപോലെ കുറച്ച് പത്തിരിപ്പൊടിയും കാശ്മീർ മുളക് പൊടി കിട്ടാണ്ട് ഒന്ന് കുഴച്ചെടുത്താണ്ടുള്ള കിടക്കാച്ചി മാവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. കടലമാവ് 1 കിലോ നമ്മൾ എടുത്തത്. നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കാം, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അരിപ്പൊടി ഓവറാക്കി ഇടരുത്. ഇനി കാശ്മീരി മുളക് പൊടി ഇട്ടോ, നമുക്ക് നല്ല കളറും പിന്നെ അത്യാവശ്യം എരിവില്ലാത്ത സാധനമാണ്, നല്ല കളറൊക്കെ ഉണ്ടാവും. ഇനി നമ്മൾ സാധാ മുളക് പൊടി ഇട്ടോ, ഓവറാക്കിയിട്ടെടുത്ത് 2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. ഇനി കായപ്പൊടി ഇട്ടോ, കായപ്പൊടി നമുക്ക് എടുക്കാം 1 ടീസ്പൂണ്. നമുക്ക് വേണമെങ്കിൽ എടുത്തായിട്ടോ, നിർബന്ധമല്ല, ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി അല്പം ബേക്കിംഗ് സോഡ. നമ്മളെ ബജ്ജികളൊക്കെ ഒന്ന് പല്ലേക്ക് പൊന്തി വരാനൊക്കെ പറ്റിയതാണ്. ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി എന്ത് ചെയ്യുക, വെള്ളം പറന്നുകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഓവർ വെള്ളമാക്കരുത് കേട്ടോ, കുറച്ച് വെള്ളം പറന്നുകൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാം. നമുക്ക് മിക്സ് ആക്കി എടുക്കാം. ആവശ്യത്തിനനുസരിച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളെ മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓവർ ലൂസാക്കരുത്, നമുക്ക് നമ്മളെ ബജ്ജി ഇങ്ങനെ മുക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടണം. ഇനി എന്ത് ചെയ്യുക, ഒരു 5 മിനിറ്റ് ഇത് ഒന്ന് എടുത്ത് വെക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് നമ്മളെ തീയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ നമ്മളെ മാവൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. നമ്മൾ ഏതൊക്കെ എടുത്തു നോക്കാം. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകാം. നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് ഉരുളക്കിഴങ്ങ് കേട്ടോ, ഉരുളക്കിഴങ്ങ് നമ്മൾ നീളത്തിൽ വരുന്നത്, അതേമാതിരി വഴുതനങ്ങ അതും നീളത്തിൽ വരുന്നത്. പിന്നെ ഉള്ളി ഇട്ടോ, വെല്ലുള്ളി ഇട്ടോ. പിന്നെ നമുക്ക് ക്യാപ്സിക്കോ അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങൾ കഴിഞ്ഞാണ്ട് എരിഞ്ഞെടുത്തതാണ്. പിന്നെ നമ്മളെ പഴം ഓവർ പഴുത്തിട്ടില്ല, പച്ച പഴമാണെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. പിന്നെ നമ്മളെ എഗ്ഗ് അതും പീഞ്ഞാണ്ട് ഒന്ന് സൺഡ്ര കീറിയെടുത്താണ്. പിന്നെ നമ്മളെ ബജി മുളക് അത് അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ഇതൊക്കെ ഒഴിവാക്കിയാണ്. പിന്നെ അതേമാതിരി നീളത്തിൽ വരഞ്ഞിട്ടതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ കുക്കിങ്ങിലോട്ട് പോവാം. നമ്മളെ ഉരുളി ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഓയിലൊന്ന് പാർന്ന് കൊടുക്കാം. ഇനി ഒന്ന് ചൂടായി വന്നോട്ടെ. തീ ഏകദേശം എല്ലാം കത്തി, നമ്മുടെ എണ്ണൊക്കെ എല്ലാം ചൂടാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബജ്ജികളൊക്കെ ഒന്ന് മാവിലൊന്ന് മുക്കിയിട്ട് ചെക്കന്മാരൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാം. മാവ് നമ്മൾ ഓവർ ലൂസാക്കി കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മളെ ഇതിമേൽ ഒന്ന് പറ്റി പിടിച്ച് കിട്ടുന്ന ആ മോഡലാക്കുക. നമുക്ക് ഫസ്റ്റ് ഐറ്റംസായ നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് മുക്കിയെടുക്കാം. നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് കോരിയെടുക്കാം. മുളക് ബജ്ജിട്ടോ, നിങ്ങൾ സെൻറ്റർ ഒന്ന് കയറി നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ചയ്ക്ക് പൊരിച്ചെടുക്കുക, എനിക്ക് കാട്ടാട്ടോ.
ഒന്ന് ഇളക്കി കൊടുക്കാം. കോരി മാറ്റി ഇനി നമ്മുടെ എഗ്ഗ് ഒന്ന് മറിച്ചിട്ടിട്ട് നമുക്ക് കോരിയെടുക്കാം. വൈതന കേട്ടോ, ഇംഗ്ലീഷിലാണെങ്കിൽ ബ്രിഞ്ചൽ എന്നൊക്കെ പറയും, പക്ഷേ നമ്മൾ മലയാളിക്കാരല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് മലയാളിക്കിൽ നമുക്ക് വൈതന തന്നെ മതി. ബ്രിഞ്ചലൊക്കെ ഓരോ നാട്ടിൽ ഒരു പറഞ്ഞോട്ടെ. ചക്കരൊന്ന് മുക്കിയിടുക. സംഗതി ഞങ്ങൾ ഗുളുഗുളുക്കായിട്ട് ഇങ്ങനെ ആവുന്നുണ്ട്. ഏതായാലും ആ തീയൊക്കെ കണ്ടില്ലേ, നമ്മുടെ ആ എണ്ണയൊക്കെ നല്ല മുളമുളായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. തട്ടിക്കട്ടെ, കോരി മാറ്റി വെക്കട്ടോ. ഇതേമാതിരി എല്ലാം മുക്കിയെടുത്താണ്ട് പൊരിക്കുക. ഇനി നമ്മളെ KFC കണ്ടില്ലേ, നമ്മൾ കിണർക്കുയിൻ്റെ മാതിരി ഇങ്ങനെ നിൽക്കണ്ടില്ലേ. KFC പറഞ്ഞാൽ നമ്മൾ KFC ചിക്കൻ അല്ല കേട്ടോ, ക്യാപ്സിക്കോട്ടെ നമ്മൾ ഉദ്ദേശിച്ചത്. നിങ്ങൾ അത് മറന്നാണ്ട് പറയാൻ നിൽക്കണ്ട. ക്യാപ്സിക്കൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ഉള്ളി ഇട്ടോ, വലിയ ഉള്ളി ഇട്ടോ. എന്താ പറയുക, ഒറ്റ മാവ് കൊണ്ട് നമുക്ക് പലഹാരം പറഞ്ഞാൽ കുറേ എളുപ്പം കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ വിരുന്നേരം വരുമ്പോൾ നമുക്ക് കുറേ മാവ് കൂട്ടി ഇതാക്കണ്ട, ഈ മാവിനോട് സെറ്റാക്കുക. ഏകദേശം നമ്മളെ പച്ചക്കറി ഒക്കെ എടുത്താണ്ട് നമുക്ക് സെറ്റാക്കി ജാറാക്കി എടുക്കാം. ഉള്ളി എണ്ണയൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് പൊരിച്ചേക്കാം. അപ്പോൾ നമ്മളെ ബജ്ജികളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ പ്ലേറ്റിക്ക് വെച്ചാണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ടേസ്റ്റ് ഉണ്ടാക്കാം. നമ്മൾ എല്ലാവരും ഉണ്ട്, അപ്പോൾ എല്ലാവർക്കും കൊടുക്കുമ്പോൾ നമ്മൾ ചെറിയ ഒരു പ്ലേറ്റിക്ക് ആക്കിയാണ്ട് വെക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ചെറിയ പ്ലേറ്റിക്ക് ആക്കാം. മയോണൈസ് കുറച്ച് ആക്കി വെക്കാം. ഇനി നമ്മൾ പൊരിച്ച് വെച്ച ബജ്ജികളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് ഗ്രീൻ സോസ് കൂടി ഒഴിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ബജ്ജികളൊക്കെ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടോ, ടേസ്റ്റ് ഉണ്ടോ നോക്കാം. ഏതൊന്ന് എല്ലാവരും കഴിച്ചു നോക്കട്ടെ. ഒന്ന് കഴിച്ചു നോക്കിയാണെങ്കിൽ എന്തൊക്കെയാണ്. എല്ലാ ബജ്ജിയും ഉണ്ട് കേട്ടോ, നമുക്ക് ഏതാ കഴിക്കേണ്ടതെന്നൊരു പുറത്തല്ല. ഊപ്പറാ ആ മയോണൈസൊക്കെ മുക്കിയിട്ട് നല്ല രസം കേട്ടോ. മാവൊക്കെ നല്ല സെറ്റായില്ലേ? ഓ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. നമ്മളെ മുട്ട ബജ്ജും കിഴങ്ങ് ബജ്ജും ഒക്കെ അടിപൊളിയായിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ആ മസാല ഒക്കെ കേട്ടോ നല്ല എടുത്ത് പറയാം. ഏതായാലും ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാം. അപ്പം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും ടാറ്റ കൊടുത്താണി, ബൈ. സംഗതി ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൊരു കട്ടൻ ചായയും കൂടിയും കിട്ടിയിരുന്നെങ്കിൽ, പക്ഷെ നമ്മളെ ചെക്കന്മാർ പൊളിയായതുകൊണ്ട് കട്ടൻ ചായ കൊണ്ടുവന്നിട്ടോ. ഏതായാലും കട്ടൻ ചായയിലൊരു ബജ്ജി പറഞ്ഞാൽ അത് വേറെ ടേസ്റ്റ് തന്നെ. നമുക്ക് ഏതായാലും ഒന്ന് കുടിച്ചിട്ട് ഒന്ന് കഴിക്കാം. കട്ടൻ ചായയും നമ്മുടെ ബജ്ജിയും അത് വേറെ ലെവൽ തന്നെ കേട്ടോ. ഒന്നും പറയാനില്ല. എങ്ങനെയുണ്ട് നമ്മളെ സാധനം? എങ്ങനെയുണ്ട്? കട്ടൻ ചായ ബജ്ജി ടേസ്റ്റ് അല്ലേ? ബജ്ജി കട്ടൻ ചായ ഒന്നും പറയാനില്ല. നമ്മൾ